31-ാം തീയതിയോടുകൂടി മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റി ഔദ്യോഗികമായിട്ട് പുറത്താവും. പിന്നെ ഈ സംഘടനയെ നയിക്കാനും ആരും ഉണ്ടാവില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ നിലവിൽ രാജി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമയായിട്ട് ജീവിക്കാനൊന്നും ഇവിടെ ആൺകുട്ടികളെ കിട്ടൂല. നട്ടലിൽ പണയം വെച്ചവന്മാരെ കിട്ടുമായിരിക്കും. അന്നത്തെ പരിപാടി അഷ്റഫൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചെന്നു, നമ്മൾ പരിപാടി ഉഷാറാക്കി. നമ്മളൊന്നും മോഹിച്ചിട്ടുമില്ല, 10 ഉറുപ്പിക ഇട്ട് വേണ്ടേന്താനും പാർട്ടിയും കൊണ്ട്. ഈ പറയുന്ന പ്രിയേഷേട്ടന്റെ ജോലിക്കാർ ഇന്ന് എടുത്തിട്ടപ്പോഴും നമ്മളോട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ എന്താണ്, ഞാൻ CPM-കാർക്കാണ് ജോലി കൊടുത്തത്, എനിക്ക് വരെ ജോലി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത്. അപ്പൊ ഈ പാർട്ടി ഇത്രയേ ഉള്ളൂ, ഇതിന്റെ സംവിധാനം ഇത്രയേ ഉള്ളൂ നമുക്കൊക്കെ മനസ്സിലായി. പിന്നെ ഓന്റെ ഏകാധിപത്യ തരത്തിനൊന്നും നമ്മൾ കൂട്ടു നിൽക്കൂല, ആരെയും പച്ചക്ക് തിന്നാൻ ഇട്ട് കൊടുക്കൂല. അസീസ ഇനി തുള്ളുന്നതിന് കൊട പിടിക്കല്ല സംസ്ഥാന സെക്രട്ടറിന്റെ പണി. ഇനി മാറിയുന്ന സംസ്ഥാന സെക്രട്ടറി എഴുതിയിട്ട് അയച്ചല്ലോ. ഈ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ലാസ്റ്റ് ഒരു സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ കസാര എടുത്തെറിയലും അത് ഇറങ്ങിപ്പോക്കുന്നു നമ്മുടെ പാർട്ടിക്ക് ചോദിച്ചതല്ല, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുമാത്രം നമ്മൾ എന്താക്കി ഇങ്ങോട്ട് അംഗീകരിക്കുകയാണെന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചിരിക്കും. ഇനി ഇത് മാറിയുന്ന സംസ്ഥാന സെക്രട്ടറി ഇട്ട് തന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. അത് ഇനി വേറെ അടുത്ത് വെച്ച് കൻ്റെ അടുത്തെടുക്കണം കേട്ടോ. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തെ തത്സമയം ശരിയാണ്. സുർജിത്തെ, ആഭ്യന്തര ഘടകത്തിന്റെ വാർത്തകൾ ചോർന്നു പോയല്ലേ, പറഞ്ഞോളൂ. തീർച്ചയായും SKN, ഈ സംഭവത്തിന് ആധാരമായ കാര്യങ്ങൾ നടക്കുന്നത് VS അച്യുതാനന്ദൻ മരിച്ച ആ ദിവസമാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ക്യാമ്പ് പ്രഖ്യാപിച്ചതാണ്. ആ ദിവസം തന്നെ നടത്തി. 4 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ഈ ക്യാമ്പ് നടത്തിയത്. ജില്ലാ തല നേതൃ ക്യാമ്പ് ആയിരുന്നു ഇത്. ആ ക്യാമ്പ് 3 മണിക്കൂർ വൈകിയാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടിക്ക് എത്തിയത്. 7:30 ഈ ക്യാമ്പ് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ചയിൽ ആദ്യം ബത്തേരി നിയോജകമണ്ഡലം പ്രതിനിധികളോട് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് കളക്ഷന്റെ നിജസ്ഥിതി സംബന്ധിച്ചുള്ള ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തി. അതിനുശേഷം നേരെ മാനന്തവാടി കമ്മിറ്റിയോടാണ് ചോദിച്ചത്. അതിൽ തുക നൽകാൻ വേണ്ടി മാനന്തവാടി കമ്മിറ്റിക്ക് കഴിഞ്ഞിരുന്നില്ല. 2.5 ലക്ഷം രൂപയാണ് അടക്കേണ്ടിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാക്കേറ്റമാണ് തുടർന്ന് അരങ്ങേറിയത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏകാധിപത്യപരമായ ശൈലിയിൽ അത്തരത്തിലൊരു ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടതിന്റെ തുടർ ചർച്ചകളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. ചോർന്നതിൽ നിയോജകമണ്ഡലം ഭാരവാഹികൾ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുള്ളവരുടെ ചർച്ചകൾ പൂർണ്ണമായും ചോർന്നിട്ടുണ്ട്. അതിലെല്ലാം തന്നെ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് പലരും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഈ ഫണ്ട് തുക അത് കൃത്യമായ രീതിയിൽ തന്നെ നൽകും എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്.